ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരായുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ചാണ്. മാർച്ചിൽ പങ്കെടുക്കുന്ന ഏവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ വിശദീകരിച്ചതുപോലെ കടുത്ത കരൾ വൃക്കരോഗം ബാധിച്ച അനിൽകുമാർ ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായിരിക്കുന്നു. പൈശാചികമായ മർദ്ദനമാണ് നടന്നത്. 100-120-ലധികം പടികൾ, ആ പടികളിലൂടെ വലിച്ചിഴച്ചാണ് ആ സഖാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അനേക വർഷക്കാലമായി വൃക്ക രോഗത്തിന്റെ ചികിത്സയിലാണ്. വൃക്കരോഗം ബാധിച്ചതിനെ തുടർന്ന് ശരീരമാസകലം നീരുവെച്ചു. ആ നീരുവെച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അനിൽകുമാർ എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം ക്രൂരമായ പോലീസ് നരനായാട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ ചവിട്ടിക്കൂട്ടാൻ എന്ത് തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്? ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണോ തെറ്റ്? ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ആയിരക്കണക്കിന് പോസ്റ്റ് ആ ദിവസം വരുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തല ആരാ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞങ്ങൾ ആ സ്ഥാനത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി വേണോ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഉള്ള രാജ്യമാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടില്ലേ? അവിടെ പോലീസ് പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ചു. ആണിയുള്ള ലാത്തി വെച്ച് ക്രൂരമായി തല്ലി. അനേക മണിക്കൂറുകളാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി സമരത്തോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ആ പോലീസ് ഭീകരതയിൽ പ്രതിഷേധിച്ച്, അത് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ചെറുപ്പക്കാർ ആ ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തി. അത് കാണണമാകുമൊഴി പോലീസ്. ഈ മർദ്ദനത്തിനെതിരെ ഞങ്ങളൊരു സൂചനാ സമരം മാത്രമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒഴുകും ആങ്ങമൂഴി പോലീസ് സ്റ്റേഷനിലേക്ക്. സോളമനും മർദ്ദന വീരന്മാരായ 2 പോലീസുകാർക്കും അവിടെ കഴിയാൻ കഴിയില്ല, അവിടെ ഇരിക്കാൻ കഴിയില്ല, പോലീസ് സ്റ്റേഷനിൽ കയറില്ല. അത്തരം ഒരു സ്ഥിതിവിശേഷം ആലോചിക്കണോ? അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തള്ളിവിടണോ? വളരെ ഗൗരവമായി ആലോചിക്കേണ്ട പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന സംസ്ഥാനമാണിത്. ഏതെങ്കിലും ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടോ? MLA-യുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടോ? അത്തരത്തിൽ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. പോലീസ് ആയതുകൊണ്ടാണ് ഈ കുപ്പായം ഇട്ടത്, ഈ ലാത്തി കൊടുത്തത്, ഈ തോക്ക് കൊടുത്തത്. പോലീസ് അല്ലാതായാൽ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മളും അവരും എല്ലാം ഒരുപോലെ. അപ്പൊ ഈ നിലയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ സാമൂഹ്യ വിരുദ്ധനായ പോലീസ് ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ലോക്കപ്പ് മർദ്ദനം പുനരാരംഭിച്ചു. ഞങ്ങൾ ആക്ഷേപിക്കുന്നു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചത് ലോക്കപ്പ് മർദ്ദനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നല്ലവരായ മാന്യന്മാരായ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. പക്ഷെ അതിനിടയിൽ ഇതുപോലെ തേള് കടിച്ച് വെപ്രാളം കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ അതാണ് കണ്ടത്. അവിടെ ഒരു പരാതിയെ തുടർന്ന് സിയാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇടിച്ചു കൊന്നില്ലേ? അതിനാണോ നിങ്ങൾക്ക് ഇല്ലാത്തി? അതിനാണോ നിങ്ങൾക്ക് തോക്ക് തന്നിരിക്കുന്നേ? അതൊന്നും അംഗീകരിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്നോർത്തോണം. ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. എത്ര പോലീസുകാരെ അണിനിരത്തിയാലും, ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ പോലീസുകാരെ അണിനിരത്തിയാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കാനുള്ള തന്റെ ഇടവും ചങ്കുറപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. ആങ്ങമൂഴിയുടെ ഒന്നും ചരിത്രം അറിയാത്തവരാണിവർ. ഞങ്ങളൊന്നും ആ ചരിത്രത്തിലേക്ക് പുറമോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഈ നാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പുറമോട്ട് നടത്തരുത്. പുറമോട്ട് നടക്കുന്നതിനെ പറ്റി ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ഈ ബാരിക്കേഡിന് ഞങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഞങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ ജനകീയ പ്രതിഷേധം ഇത് ജനാധിപത്യ രീതിയിൽ ഈ നാടിന്റെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെടണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് മനുഷ്യത്വരഹിതമായി ഈ പൈശാചികമായ ആക്രമണം അനിൽകുമാറിന്റെ മേലിൽ നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ ഉടൻ സസ്പെൻഡ് ചെയ്യണം. ഒരു നിമിഷം പോലും അവർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. ഈ സംഭവത്തെ പറ്റി അന്വേഷണം നടത്തണം. കള്ളപ്പരാതിയുടെ പേരിൽ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, ഈ നാട്ടിൽ നരനായാട്ട് നടത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ലെങ്കിൽ അടുത്ത പ്രക്ഷോഭണ നടപടിയിലേക്ക് ഞങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ സമരം സൂചന മാത്രമാണ്. അതുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അടുത്ത ഘട്ട സമര പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.